സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് പാല സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ തുടക്കമായി. ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ പാലയാണ് ആതിഥ്യമരുളുന്നത്. 40ാമത് സംസ്ഥാന ടെക്നിക്കൽ കായികമേളയാണ് പാലായിൽ ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്നുമായി 1200ഓളം കായിക താരങ്ങൾ മാറ്റിയിരിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റിന് ശേഷമായിരുന്നു ഉദ്ഘാടനം. മാർച്ച് പാസ്റ്റിന് ജോസ് കെ മാണി MP സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് പതാക ഉയർത്തി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ടെക്നോളജി ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാകുമ്പോൾ ആ മേഖലയിൽ വിദഗ്ധരായവരെ രൂപീകരിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ടെക്നിക്കൽ ഹൈസ്കൂളുകൾ. ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ പൊതുവിൽ പ്രവൃത്തിമുഖ വിദ്യാഭ്യാസത്തിന് കൂടുതൽ സാധ്യതകളാണുള്ളത്. എല്ലാ കാര്യങ്ങളും പ്രായോഗികമായ പരിശീലനത്തിലൂടെ തന്നെ മനസ്സിലാക്കാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ കാര്യപ്രാപ്തിയും വ്യക്തിത്വ വികസനവും ഒക്കെ ഈ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് സാധ്യമാകുന്നു എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. നഗരസഭാ ചെയർമാൻ ഷാജു ദുരിതൻ അധ്യക്ഷനായി. ജോസ് കെ മാണി MP മുഖ്യപ്രഭാഷണം നടത്തി. പാലായെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ 40ാമത് കേരള സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ഈ കായികമേള ഒരു കായിക ഉത്സവമായി ഇന്ന് പാലായി മാറിയിരിക്കുകയാണ്. മനോഹരമായ മാർച്ച് പാസ്റ്റ് നമ്മൾ കണ്ടു. ഏതാണ്ട് 39 സാങ്കേതിക വിദ്യാഭ്യാസ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നും അതുപോലെ തന്നെ 9 IHRD സ്കൂളിൽ നിന്നും അങ്ങനെ 48 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്, കായിക താരങ്ങളാണ് ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ എല്ലാ വിജയാശംസകളും നേർന്നുകൊള്ളുകയാണ്. ഒളിമ്പ്യൻ KP ബിമിൻ ദീപശിഖ കൈമാറി. മാർച്ച് പാസ്റ്റിൽ 1ാം സ്ഥാനം മഞ്ചേരി ഗവൺമെന്റ് THS കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, പാല.